ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നൊരു വാക്കാണ് നമ്മൾ റീഡിങ്സിൽ ഓരോന്നിനും ട്രസ്റ്റ് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ എന്താ ട്രസ്റ്റ് ചെയ്യേണ്ടത് അല്ലേ. യൂണിവേഴ്സ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് ട്രസ്റ്റ് നമ്മൾ ഈ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യുക, ഈ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ സിറ്റുവേഷനെ ട്രസ്റ്റ് ചെയ്യുക. ഞാൻ ട്രസ്റ്റ് എന്നുള്ള വാക്ക് പറയുന്നുണ്ട്. ആക്ച്വലി നമ്മൾ എന്താ ട്രസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കാര്യം നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ റെലവൻ്റ് ആണ് ഈ ട്രസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, സ്പിരിറ്റെ നമുക്ക് അറിയേണ്ടത് ആക്ച്വലി നമ്മൾ എന്താണ് ട്രസ്റ്റ് ചെയ്യേണ്ടത്. സ്പിരിറ്റ് പറയുന്നുണ്ട് ട്രസ്റ്റ് ആൻഡ് ട്രസ്റ്റ് എന്ന്. കളക്റ്റീവ് എന്തിനെയാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത്? ഗൈഡൻസ് ആണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു ജേണിയാണോ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആണോ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ആണോ? എന്താണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുക സ്പിരിറ്റ്. ഓൾറൈറ്റ്, ഓക്കെ. വാവ്, ടെമ്പറൻസിൻ്റെ കാർഡ് എപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മിറക്കിളിൻ്റെ കാർഡാണ്. നമ്മുടെ ലൈഫിൽ മിറക്കിൾ മാനിഫെസ്റ്റ് ആവും എന്നുള്ളതിൻ്റെ കാർഡാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് മാനിഫെസ്റ്റേഷനിലൂടെ നമ്മുടെ ലൈഫിൽ മിറക്കിൾസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു സൈനാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഇൻഡ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് ഡെഫിനറ്റ്ലി ഗൈസ്, നമുക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും ഇൻഡ്യൂഷനുണ്ട്. എല്ലാവർക്കും ഈ പറഞ്ഞ എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, നമ്മൾ ഓരോരുത്തർക്കും ഇൻഡ്യൂഷനുണ്ട്. പക്ഷേ നമ്മൾ ഓരോരുത്തരുടെ ലെവൽ ഓഫ് ഇൻഡ്യൂഷൻ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പം എൻ്റെ ലെവൽ ഓഫ് ഇൻഡ്യൂഷൻ ഇപ്പം എനിക്ക് അത്യാവശ്യം എനിക്കറിയാം, എനിക്കിപ്പോൾ കുറച്ചുകൂടെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആദ്യം എനിക്ക് പറ്റില്ലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് എൻ്റെ ഇൻഡ്യൂഷനേക്കാളും ഞാൻ കുറച്ച് ലോജിക്കൽ മൈൻഡഡാണ്. ഇങ്ങനെ ശരിയാവും, ഇല്ല അങ്ങനെ എന്തായാലും വരില്ല, അല്ലെങ്കിൽ ഇതിന് ഇന്ന പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട് എന്ന് വിചാരിച്ച് ഈ പറഞ്ഞ പോലെ എല്ലാം ആ ഒരു ലോജിക്കൽ മൈൻഡിൽ. കാരണം ഞാനൊരു പാർട്ട് ഓഫ് ലിബ്ര, അതുപോലെ തന്നെ തുലാം രാശി വൃശ്ചിക രാശിയുടെ ഇടയ്ക്കുള്ള ആളാണ്. അപ്പോൾ അതിൻ്റേതായൊരു പ്രശ്നം ഡെഫിനറ്റ്ലി എനിക്ക് ഈ ട്രസ്റ്റ് ഫാക്ടറിലുണ്ട്, എസ്പെഷ്യലി എൻ്റെ ഇൻഡ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാൻ. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഈ ട്രസ്റ്റിൻ്റെ ഇഷ്യൂ വരുന്ന സമയത്തൊന്നും എനിക്കറിയില്ല, എൻ്റെ ഇൻഡ്യൂഷൻ മിക്കവാറും ഓൺ പോയിൻ്റ് ആണ്. ചില ആൾക്കാരെ കാണുമ്പോൾ എനിക്കറിയാം ഇത് അത്ര ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരല്ല. പക്ഷേ എൻ്റെ മനസ്സ് പറയും, അവരിപ്പോൾ എൻ്റെ അടുത്തൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ ലൈഫിൽ ഞാനൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ ട്രസ്റ്റ് ചെയ്തിരിക്കണം എന്ന് വെച്ച് ട്രസ്റ്റ് ചെയ്ത് പണി വാങ്ങിച്ച് പിടിക്കുന്ന ആൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ചില ആൾക്കാരെ കാണുമ്പോൾ, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ചില ആൾക്കാരടുത്ത് നമ്മൾ എന്താ പറയുക ഇടപഴകുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇത് അങ്ങ് മുന്നോട്ട് പോയാൽ അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഗട്ട് ഫീലിംഗ് ഉണ്ടല്ലോ, ഈ ഗട്ട് ഫീലിങ്ങിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡ്യൂഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൈൻഡ് പറയുന്ന പോലെ ഭയങ്കര ഹൈ വൈബ് വോയിസിലോ അങ്ങനെ ഭയങ്കര വോയിസൊന്നും ആയിരിക്കില്ല, ഭയങ്കര നേർത്ത വോയിസിലായിരിക്കും. അയ്യോ ഇയാളെ വിശ്വസിക്കരുത്, ഇത്രേ പറയുള്ളൂ. അയ്യോ ഇയാളെ വിശ്വസിക്കരുത്, അല്ലെങ്കിൽ എന്തോ എന്നുള്ള നമ്മുടെ ഉള്ളിലൊരു ഫീല് വരും. ഓക്കെ, പക്ഷേ പ്രശ്നം പറ്റുന്നത് വെച്ചാൽ നമ്മളത് ട്രസ്റ്റ് ചെയ്യാറില്ല. നമ്മൾ എനിക്കിപ്പം എനിക്ക് കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല. എനിക്ക് കണ്ടിട്ട് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ആളായിട്ടാണ് തോന്നുന്നത്. ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ പല കാര്യത്തിനും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരും. പിന്നെ ഫൈനലി ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് കുറച്ച് പണികളുണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ആദ്യമേ ആ ഒരു ഇൻറ്റ്യൂഷൻ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ കിട്ടുകയാണ് ഒരാളെ പറ്റിയോ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ പറ്റിയോ, ഒരു ജോബ് സിറ്റുവേഷനെ പറ്റിയോ, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗിനെ പറ്റിയോ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ള റിലേറ്റീവ്സിനകത്ത് ആരെങ്കിലും കാണുമ്പോൾ നമുക്ക് തോന്നും ഇവരത്ര ജെന്യുവൻ അല്ല, ഇവർ എൻ്റെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ എൻ്റെ ഒരു സക്സസ്സിന് വളരെ നല്ലത് മോളെ, നീ ഇത്രയും അച്ചീവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് അത്രയും ഹാപ്പിനെസ് ഉണ്ടായല്ലോ എന്ന്. പക്ഷേ പറ്റുന്നതെന്ന് വെച്ചാൽ അവരുടെ ഹാപ്പിനെസ്സിനേക്കാൾ കൂടുതൽ അവർ ഇവളങ്ങ് രക്ഷപ്പെട്ടു പോകുന്നു, ഇതായിരിക്കും അവരുടെ ആദ്യത്തെ തോട്ട്. മനസ്സിലായത്? നമ്മൾ വിചാരിക്കും അവർ ഭയങ്കര ഹാപ്പിയാണ്, അവരും ഇമോഷണലി നമ്മളെപ്പോലെ ഹാപ്പിയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അവിടെയാണ് നമ്മുടെ ഗട്ട് ഫീലിംഗ്. നമുക്ക് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും ഇവർ കാണിക്കുന്ന ജെനുവിൻ അല്ല, അല്ലെങ്കിൽ ഇവർ അത്രത്തോളം ഹാപ്പി അല്ല എന്ന് നമുക്ക് തോന്നും. അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചില കാര്യം നമ്മൾ ചെയ്യുന്നതിന് മുന്നേ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊണ്ട് നടക്കരുതെന്ന് പറയും. നിങ്ങൾക്ക് ആർക്കും ആപ്ലിക്കബിൾ എന്നറിയില്ല, ഞാൻ ഇത് ചെയ്യാൻ പോവുകയാണ്. ചിലർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കാതെ വരാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ, നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞു പോയാൽ പിന്നെ ആ കാര്യം മറക്കുന്നതൊന്നുമല്ല എന്നുള്ള ടീംസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ റിയാലിറ്റിയിൽ കൊണ്ടുവരാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, എന്താ പറയുക,
നിങ്ങൾ അതിനെക്കുറിച്ച് ഫുൾ പ്ലാനിങ് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു ജേർണൽ എടുക്കുക, അതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതുക, മനസ്സിലാക്കുക. എല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണം അടുത്ത സ്റ്റെപ്പ് എന്താണ്, അടുത്ത സ്റ്റെപ്പ് എന്താണ്. ഗൈഡൻസ് അല്ലെങ്കിൽ നമുക്ക് പറയേണ്ടതെല്ലാം മാക്സിമം ഏറ്റവും അടുത്ത ആൾക്കാരുടെ അടുത്ത്, അതായത് നമുക്കറിയാം, ജനുവലി നമുക്കറിയാം അവർ നമ്മുടെ ഏറ്റവും നല്ല ഇൻറ്റൻഷൻ മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് അത്രയും 100% ട്രസ്റ്റുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം അത് പറയുക. ഓക്കെ. അപ്പം ആ ഒരു അതിലൂടെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ പല പലരുടെയും പല ആൾക്കാരുടെയും മുഖത്തെ മാറ്റവും, ഓക്കെ, പല ആൾക്കാരുടെയും യഥാർത്ഥ രൂപവും യഥാർത്ഥ സ്വഭാവവും ഒക്കെ നമുക്ക് നമ്മളെ റിയാലിറ്റിയിൽ കൊണ്ടുവരും സ്പിരിറ്റ്. ഭയങ്കര രസമുള്ള ഏർപ്പാടാണ് കേട്ടോ. നമ്മൾ ഈ ഒരു നമ്മൾ ട്രസ്റ്റ് ഇപ്പോൾ ഒരാൾ വന്നപ്പോഴത്തേനും ശരിയാണ്, നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല, ഓഫ് കോഴ്സ്. പക്ഷേ ആ ആൾ വന്ന് നമ്മൾ ജഡ്ജ് ചെയ്തു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളങ്ങ് നമുക്ക് തന്നെ ഡൗട്ട് തോന്നും സ്പിരിറ്റെ, ഇയാൾ അത്ര വലിയ, അല്ലെങ്കിൽ ഇതേമേ ഇയാൾ അത്ര വലിയ ജെനുവിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, എനിക്ക് എന്തെങ്കിലും സയൻസ് കാണിച്ചു തരണേ. ലൈക്ക് ഇയാൾ ജെനുവിൻ അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു ഒരു ഇൻസിഡൻറ്റ് അയാളിലൂടെ ഉണ്ടാവുകയോ എന്തെങ്കിലും. കാരണം വെച്ചാൽ നമുക്ക് നമ്മളിപ്പോൾ ഓപ്പൺ ആണെങ്കിൽ, നമ്മൾ സ്പിരിറ്റ് ഗൈഡ്സിനോട് ഏഞ്ചൽസിനോടെയൊക്കെ ഓപ്പൺ ആണെങ്കിൽ അവർ നമുക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസിന് എപ്പോഴും റെഡിയാണ്. ഒരിക്കലും അവർ എനിക്ക് വയ്യ എന്നുള്ള രീതി മാറി നിൽക്കില്ല. നമ്മളിപ്പോൾ മനുഷ്യരെ പോലെ അല്ല, അവർ നമുക്ക് വേണ്ടി ജെനുവിനായിട്ട് നിൽക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കും, നമുക്ക് വേണ്ട ഗൈഡൻസ്
എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് തോന്നിയിട്ട് നമ്മൾ ദൈവത്തിൻ്റെ കൈവിട്ട് പോകും. പക്ഷേ ഞാൻ പറയല്ലേ, എൻ്റെ ആ അവേക്കനിങ്ങിൻ്റെ ടൈമിൽ ഞാൻ മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ കൂടുതലും കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ, പല ടഫ് സിറ്റുവേഷനും ഞാൻ ഉണ്ടായിരുന്നെങ്കിലും സ്പിരിറ്റ് എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ കൈവിട്ട് പോകണമെന്ന് വിചാരിച്ചാലും പുള്ളി എൻ്റെ കൂടെയുണ്ട്, കൈവിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. സോറി, ഞാൻ കുറച്ച് ഇമോഷണലായിപ്പോയി. അപ്പം അത്രയ്ക്കും അദ്ദേഹം നമ്മുടെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് തന്നെ ഉണ്ടാവും. പക്ഷെ അത് വിശ്വസിക്കണം, നമ്മൾ സീരിയസ്ലി വിശ്വസിക്കണം. ഞാൻ അത്രയും സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം നമുക്ക് ചില സമയത്ത് തോന്നും, ഇല്ല ദൈവം ഇല്ല, നമ്മളിട്ട് കഷ്ടപ്പെടുത്തുന്നു, നമ്മളെ വേണ്ട, അല്ലെങ്കിൽ എന്തിന് ഇത്രയും കഷ്ടപ്പെടുത്തുന്നു. പക്ഷെ ചില സമയത്ത് ഈ കഷ്ടപ്പാടിനൊക്കെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു റീസൺ ഉണ്ട്. അത് നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ വിഷമിക്കുന്ന സമയത്തോ നമുക്ക് മനസ്സിലാവില്ല. ഞാൻ ഫൈനാൻസ് പരമായിട്ട് വിഷമിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, റിലേഷൻഷിപ്പിൽ വിഷമിച്ച സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോഴൊന്നും എനിക്കറിയില്ല എന്തുകൊണ്ട് എന്നുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ പലർക്കും പേഴ്സണൽ റീഡിങ്സ് ചെയ്യുന്ന സമയത്ത് എനിക്കത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ട് എന്നുള്ളത്. കാരണം ഞാൻ സഫർ ചെയ്ത പല സഫറിങ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാരുടെ അടുത്ത് കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം, ലൈക്ക് അന്ന് ഞാൻ അങ്ങനത്തെ ഒരു സഫറിങ് ആ ഒരു പീരീഡിൽ കൂടെ പോയാൽ മാത്രമേ എനിക്കത് മനസ്സിലാക്കാനും എങ്ങനെയാണ് ഞാൻ അത് ഓവർകം ചെയ്ത് വന്നതെന്നും അതിൽ നിങ്ങൾക്കൊക്കെ തരേണ്ട ഗൈഡൻസ് എന്താണെന്നും എന്നുള്ളതൊക്കെ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അല്ലേ. നമുക്ക് ഈ ബുക്കിൽ വായിക്കുന്നതും അതുപോലെ തന്നെ ബാക്കിയുള്ളിടത്തു നിന്ന് അറിയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് ഏറ്റവും വലിയൊരു ലേണിംഗ് ആണ്. മനസ്സിലായില്ലേ? അപ്പം ആ ലേണിംഗ് എന്ന് പറയുന്നത് അതിനൊക്കെ ഒരു റീസൺ ഉണ്ടാകും. ഡെഫിനറ്റ്ലി ഇത് കാണുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് ടഫ് പീരീഡിലൂടെ പോകുന്ന ആൾക്കാരായിരിക്കും. 100% എനിക്ക് അതിൽ ഡൗട്ടേ ഇല്ല. ട്രസ്റ്റ് ചെയ്യുക, ഈ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യുക, ഇപ്പോഴത്തെ സിറ്റുവേഷനെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ കൂടെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഉണ്ടെന്ന് ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ഒരിക്കലും കണ്ടു പോവില്ല, ഒരിക്കലും. അടിപൊളി, നിങ്ങൾക്ക് വന്നിരിക്കുന്ന അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലൊരു ഐഡിയ തോന്നുന്നു, ഒരു ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ ഒരു പുതിയ ലേണിംഗ് പാറ്റേൺ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതിനെക്കുറിച്ചൊരു ഐഡിയാസൊക്കെ മനസ്സിൽ വരുന്നു. പക്ഷെ വേണ്ടേ? പോയാൽ ശരിയാവോ? പോയാൽ പൊട്ടിയടിച്ച് കിടക്കുമോ? ഇങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ വിടുക. അങ്ങനത്തെ ആ ഒരു ടെൻഷൻ നമ്മുടെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ട്രസ്റ്റ് ചെയ്യുക. ലൈക്ക് നമ്മുടെ മനസ്സിലൊരു ഐഡിയ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ ദൈവം നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സിൽ വരുമല്ല, ചുമ്മാ എന്തെങ്കിലും കാര്യം നമ്മുടെ മനസ്സിൽ വരാറുണ്ടോ? ഒരിക്കലില്ല. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരു പർട്ടിക്കുലർ പുതിയതായിട്ടൊരു കാര്യം ചെയ്യണം, ഒരു പുതിയ ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ ഒരു പുതിയ ജോബിൽ ജോയിൻ ചെയ്യണം, ഒരു പുതിയ കോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് അതായത് എസ്പെഷ്യലി നിങ്ങൾ പലപ്പോഴും ഇതിൽ ചില ആൾക്കാർക്ക് പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളുടെ കേസിൽ നിങ്ങൾ വെറീഡ് ആണെങ്കിൽ ഒട്ടും വെറീഡ് ആവണ്ട. കുട്ടികളുടെ കേസിൽ അപ്പം ആ ഒരു വെറീഡ് ആവേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. ഓക്കെ, വാവ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ആസഫിനുള്ള ആൾക്കാരിൽ ആരെങ്കിലും മനസ്സിൽ വിചാരിക്കുമ്പോൾ അവർ ജെനുവിനല്ല എന്നുള്ള നിങ്ങളുടെ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ ട്രസ്റ്റ് ചെയ്യുക, ഒരു സൈൻ സ്പിരിറ്റിനോട് ചോദിക്കുക. ഓക്കെ, സൈൻ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വോക്ക് അവേ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, വോക്ക് അവേ ചെയ്ത് പോകുകയെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ പറയില്ലേ, ചില ആൾക്കാർ വന്നിട്ട് ആദ്യകാലം നമ്മുടെ കൂടെ ഉണ്ടാവാറില്ല. ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ കുറച്ച് കാലം ഉണ്ടാവും നമുക്ക്. ചില ആൾക്കാർ വരിക, നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ലെസൺ, ഒരു ലേണിംഗ് തരിക, പോവുക, അങ്ങനെ ആയിരിക്കും. അപ്പം ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തരും യുണീക്കാണ്, ഓരോരുത്തരുടെയും എന്താ പറയുക. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് വാക്ക് അവേ ചെയ്ത് പോയി അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോയി, അങ്ങനെയാണെങ്കിൽ വിഷമിക്കേണ്ട. അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റിന് വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചില സിറ്റുവേഷൻസിൽ നിന്ന് വാക്ക് അവേ ചെയ്ത് പോകാനായിട്ട് മനസ്സുണ്ട്. ഓക്കെ, ചില ആൾക്കാരുടെ ലൈഫിൽ നിന്നോ അല്ലെങ്കിൽ ചില ജോബ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പ് ആവാം, അതുപോലെ ജോബ് സിറ്റുവേഷൻ ആവാം, അതുപോലെ തന്നെ എസ്പെഷ്യലി വാക്ക് അവേ. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ തന്നു, പക്ഷേ ആ ഓപ്ഷൻസ് ഒന്നും നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നു അത് എനിക്ക് ഇത്രയും ഓപ്ഷൻസും എനിക്ക് ഒന്നും എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഇതിൽ നിന്നൊക്കെ വാക്ക് അവേ ചെയ്യുന്നതാണ് നല്ലതെന്നുള്ളത് എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് ട്രസ്റ്റ് ചെയ്യുക, വാക്ക് അവേ ചെയ്യുക. കാരണം 8 of Cups കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് 9 of Cups ആണ്, നമ്മുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്.
ഓക്കെ. കാരണം ചില ടഫ് സിറ്റുവേഷനിൽ നമുക്ക് പല ഓപ്ഷൻസും ദൈവം തരും. അപ്പം നമുക്കറിയാം എന്തെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കാം, അതായിരിക്കും നല്ലത്, നമുക്ക് ജീവിച്ച് പോകണ്ടേ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അടുത്ത സ്റ്റേജിലിട്ട് പോകണ്ടേ എന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനെ ഒരു കോംപ്രമൈസിനേക്കാളും നമ്മൾ വിശ്വസിക്കുകയാണ്, ദൈവത്തിനെ വിശ്വസിക്കുന്നത്. ദൈവമേ ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കൊരു ഐഡിയയും കിട്ടില്ല, പക്ഷേ എനിക്ക് ഈ ഒരു ജോബ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം ഒന്നും എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് വോക്കവേ ചെയ്യട്ടെ എന്നുള്ളത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആണെങ്കിൽ, ചിലർക്ക് ഇതൊരു കൺഫർമേഷനാണ്. വോക്കവേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അടുത്ത് വരാൻ പോകുന്ന 9 ഓഫ് കപ്സ് ആണ്. 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത് തന്നെ ഇമോഷണലി ഹാപ്പിനെസ്സിൻ്റെ കാർഡാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഇമോഷണൽ ഹാപ്പിനെസ് തന്നെയാണ്. ഓക്കെ, ഞാനേ എന്താണെങ്കിലും ഈ 8 ഓഫ് കപ്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ഇവിടെ എനിക്ക് അറിയേണ്ടത് എന്താണ് 8 ഓഫ് കപ്സ് ഇവർക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 8 ഓഫ് കപ്സ് എന്താണ്? വോക്കവേ ആണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ അത് എന്തെന്ന് വോക്കവേ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഉണ്ടോ? നിങ്ങളുടെ ചില മാനിഫെസ്റ്റേഷൻ ചിലപ്പോഴേ മജീഷ്യൻ്റെ കാർഡ് വന്നുകൊണ്ട് ഞാനൊരു കാര്യം കൂടെ പറയാം. ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, എനിക്ക് മെയിൻലി ഒരു ജോബ് സിറ്റുവേഷനാണ് കാണുന്നത്. അങ്ങനെയാണ് നിങ്ങൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്തൊരു ജോബ് സിറ്റുവേഷനാണ്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ടഫ് പീരീഡിലൂടെ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ കൺഫർമേഷൻ. ഈ ഒരു റീഡിങ് ഒരു കൺഫർമേഷനാണ്. നിങ്ങൾക്ക് ഹൈ ടൈമാണ് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് വോക്ക് അവേ ചെയ്ത് പോകാം എന്നുള്ളതിൻ്റെ കൺഫർമേഷനാണ്. ഓക്കെ, ഓൾറൈറ്റ്, നമുക്കിനി പല മെസ്സേജസ് നോക്കാം. സ്പിരിറ്റെ നമുക്ക് അറിയേണ്ടത് എന്താ നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ടത്, വേറെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ട്രസ്റ്റ് പ്രോസസ്, ട്രസ്റ്റ് ഗൈഡൻസ് ഒക്കെ മനസ്സിലായി. വേറെ അൾട്ടിമേറ്റ്ലി എന്തെങ്കിലും ട്രസ്റ്റ് ചെയ്യാനുണ്ടോ സ്പിരിറ്റെ? സ്പിരിറ്റ്, താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു. ഓൾറൈറ്റ് സ്പിരിറ്റെ, ഓക്കെ. നെക്സ്റ്റ്, എ ടൈം ഫോർ ഹീലിംഗ്. ചിലർക്കിത് ഹീലിങ്ങിൻ്റെ ഒരു ടൈമാണ്. ഓക്കെ, ആ ഹീലിംഗ് പ്രോസസ്സ് ചിലപ്പം നമുക്ക് ആ ഒരു ഹീലിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആ ഒരു പ്രോസസ്സും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ. പക്ഷേ ഇവിടെ ആ ഒരു ഹീലിംഗ് ടൈമിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ പല ആൾക്കാരും. അങ്ങനെയാണെങ്കിൽ ഇതൊരു കൺഫർമേഷനാണ്. ആ ഒരു ഹീലിംഗ് ടൈം നിങ്ങൾക്ക് ഒരു ന്യൂ അവേക്കനിങ് അല്ലെങ്കിൽ ന്യൂ സിറ്റുവേഷനിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ്. ഓക്കെ, പിന്നെ ചില സിറ്റുവേഷനിൽ നമ്മൾ ഹീലായി മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക്. നമ്മളെ ഒരിക്കലും നമ്മുടെ പാസ്റ്റ് ഒരിക്കലും തടഞ്ഞു വെക്കാൻ പാടില്ല. ഓക്കെ, നമ്മുടെ പാസ്റ്റ് പല സിറ്റുവേഷനിലൂടെ ചിലപ്പോൾ നമുക്ക് ഒരു ഇമോഷണൽ സിറ്റുവേഷനിലൂടെ നമുക്കൊരു റിലേഷൻഷിപ്പിൽ നമ്മൾ വിചാരിച്ച രീതിയിലുള്ളൊരു ഇതായിരിക്കില്ല കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ലൈക്ക് ഇതൊരു കൺഫർമേഷനാണ്. നമ്മുടെ പാസ്റ്റിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഫ്യൂച്ചറിൽ നടക്കണമെന്നൊന്നും നിർബന്ധമില്ല. അത് ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഹീൽ ചെയ്തിട്ട് അടുത്ത റിലേഷൻഷിപ്പിൽ പോവാം. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഒരു റിലേഷൻഷിപ്പ് പ്രശ്നമായി, അത് എന്താ പറയുക വോക്കവേ സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് മതി, ബ്രേക്കപ്പായി, ഇനിയൊന്നുമില്ല എന്ന് വിചാരിച്ചതിന് ശേഷം പിന്നെ അടുത്ത റിലേഷൻഷിപ്പ് ചാടിക്കറി പോകരുത്. അതിന് മുന്നേ എന്താണ് അവിടെ നടന്നതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി ഏതൊക്കെ സിറ്റുവേഷനാണ് അതിനെല്ലാം ആ സിറ്റുവേഷൻസിനെ ഓരോന്നിനെയും നമ്മൾ ഹീൽ ചെയ്ത് അതിനുശേഷം മുന്നോട്ട് പോവുക. കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ലൈഫിൽ വരണം, അല്ലേ? കൺക്ലൂഷൻസ് ആർ വിത്തിൻ റീച്ച്. കാരണം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും ലൈക്ക് എന്തൊക്കെയോ ക്ലോസിങ് നമ്മുടെ ലൈഫിൽ ക്ലോസിങ്സ് ഉണ്ടാവുന്നു. ഓക്കെ, ക്ലോസിങ്സ് ഉണ്ടാവുന്നു, അതുപോലെ തന്നെ പുതിയ പുതിയ ഓപ്പണിങ്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഓൾറെഡി കിട്ടുന്നുണ്ട് ആ ഒരു സയൻസ്. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ചില അടയാളങ്ങൾക്ക് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈശ്വരൻ നമുക്ക് പല പല അടയാളങ്ങൾ കാണിച്ചു തരാറുണ്ട്. അപ്പം അങ്ങനത്തെ സയൻസൊക്കെ നിങ്ങൾക്ക് പലർക്കും അത് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ ശരി തന്നെ, അതാ എന്തെല്ലാം എൻ്റെ തോന്നലാണോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് പലർക്കും ഉണ്ട്. ഞാനതിനെ ചിരിച്ച് പറയുന്നൊന്നും വിചാരിച്ചിട്ട് വേറെ നെഗറ്റീവായിട്ട് എടുക്കല്ലേ. കാരണം ഇതിലൂടെയൊക്കെ പലതിലൂടെ ഞാൻ പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇത് ചിരിക്കാനേ പറ്റുന്നുള്ളൂ. കാരണം എനിക്ക് ട്രസ്റ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്ന ആൾ തന്നെയാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും ചോദിക്കും സ്പിരിറ്റ് ഇതൊക്കെ വല്ലതും എനിക്ക് സത്യത്തിൽ കളക്റ്റീവ് ഉണ്ടാ? സ്പിരിറ്റ് എപ്പോഴും പറയും കളക്റ്റീവ് ഉണ്ട്, എനിക്ക് വേണ്ടുന്ന എന്താ പറയുക എൻ്റെ കളക്റ്റീവ് ഉണ്ട്, അവർക്ക് ഗൈഡൻസ് വേണം, അവർക്ക് ഈ പറഞ്ഞ പോലെ
അവരുടെ സിറ്റുവേഷൻസിൽ പലതും അവർക്ക് ഹീൽ ചെയ്ത് പോകണമെങ്കിലുള്ള ഗൈഡൻസ് വേണം എന്നൊക്കെ പറയുമ്പോഴും ഞാൻ പറയും മിസ്ബിൾട്ട് ഇതൊക്കെ ഉള്ളതാ, ഇതൊക്കെ വല്ല നടക്കുമോ, ആരെങ്കിലും വരുമോ, ആരെങ്കിലും ഉണ്ടാവുമോ, എനിക്കങ്ങനെ ഒരു കളക്റ്റീവ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു ഞാൻ. പക്ഷേ ഇന്നിപ്പോൾ എനിക്കറിയാം ലൈക്ക് യെസ്, നമുക്ക് സ്പിരിറ്റിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ് ഒന്നും വെറുതെ അല്ല, അതിനൊക്കെ ഒരു റീസൺ ഉണ്ട്, അതിനൊക്കെ ഓരോരോ സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് തന്നെ അറിയാം ചില സിറ്റുവേഷൻസ് എൻഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു ഇൻഡ്യൂട്ടീവ് ഫീലിംഗ് ഉണ്ടാവും, ലൈക്ക് ഇത് എൻഡ് ചെയ്യാൻ പോകാൻ, ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ എൻഡ് ചെയ്യുന്നു, ഒരു ന്യൂ ബിഗിനിങ് നമ്മുടെ ലൈഫിൽ വരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മളത് ട്രസ്റ്റ് ചെയ്യുക, ആ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക, ആ ഡിവൈൻ ഗൈഡൻസിനെ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്താ റിലീസിൻ്റെ, കാരണം ഇവിടെ ഹീലിങ്ങിൻ്റെയും അതുപോലെ തന്നെ റിലീസിൻ്റെ കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ എനർജി അല്ലെങ്കിൽ ഓറിക്സ് സെൻറ്ററിൽ അപ്പം ഈ കാർഡ്സൊക്കെ വരുമ്പോൾ ഞാൻ ഒറ്റ കാര്യം നിങ്ങളുടെ എല്ലായിടത്തും പറയാം. രാമ ദാസ സാസേ സോഹം എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക ഒരു മന്ത്രമുണ്ട്. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ ആ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, അത് കേൾക്കാം. അത് നമ്മുടെ നമ്മുടെ ഓറിക് ഫീൽഡ്, നമ്മുടെ എനർജറ്റിക് ഫീൽഡൊക്കെ ക്ലിൻസ് ചെയ്യാൻ നല്ലതാണ്. കാരണം നമ്മൾ ഓരോ ദിവസം പല പല ആൾക്കാരുമായിട്ട് മീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ പലരുടെ എനർജീസ് നമ്മളെ ഇമ്പാക്ട് ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ഇതൊക്കെ ഇത്രയും ദേഷ്യം വരുന്നത് എൻ്റെ ദേഷ്യം തന്നെ നമുക്ക് തോന്നും, അല്ലെങ്കിൽ ഇത്രയും ഇമോഷണൽ ഞാനാവുന്നു, ഇത് ആക്ച്വലി എൻ്റെ ഇമോഷൻ തന്നെയെന്ന് തോന്നും. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഡൗട്ട് വരുന്ന സമയത്ത് എപ്പോഴും ചെയ്യേണ്ടത് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ എനർജി അല്ലെങ്കിൽ നമ്മളെ എനർജി അല്ലാത്ത നമ്മുടെ ഓറിക് ഫീൽഡിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ റിലീസായി നമുക്ക് കുറച്ചുകൂടി റിലീഫ് കിട്ടി, നമ്മൾ കുറച്ചുകൂടി ബാലൻസ് എനർജിയിലാവും. അഡ്വഞ്ചർ, ഡെയർ ടു ഡു തിങ്സ് ഡിഫറെൻ്റ്ലി, മാനിഫെസ്റ്റ് യുവർ ട്രാവൽ ഡ്രീംസ്, മൂവ് ടു എ ന്യൂ ലൊക്കേഷൻ. ചിലർക്ക് ഇത് മൂമെൻ്റ് ആണ്, ചില ലൊക്കേഷനിലൊക്കെ പോകാൻ. ചിലർക്ക് ഇത് ഡെഫിനറ്റ്ലി പുറത്ത് പോയി പഠിക്കണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറയും അത് ആ ഒരു ഡയറിങ് സിറ്റുവേഷൻ എടുക്കുക, പോവുക, മൂമെൻ്റ് ആണ്, നിങ്ങൾ ചെയ്യുക. ന്യൂ ലൊക്കേഷനിലോട്ട് പോകാൻ ചില ആൾക്കാർ ഞാൻ പുതിയ സ്ഥലത്തോട്ട് മാറട്ടെ അതോ ഇവിടെ തന്നെ നിൽക്കണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നെങ്കിൽ ഇതൊരു കൺഫർമേഷനാണ്, ലൈക്ക് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ചിലർക്ക് ലീഡർഷിപ്പ് എബിലിറ്റിയിലോട്ട് വരണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. വരണം, സ്റ്റെപ്പ് ഇൻ ടു യുവർ ലീഡർഷിപ്പ്, ഷെയർ യുവർ മെസ്സേജ്, ഇൻസ്പയർ ആൻഡ് എംപവർ അതേഴ്സ്. ബട്ട് ഇത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണ്ട, ഇത് എനിക്കും കൂടെ ചേർക്കുന്ന ഒരു മെസ്സേജായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറയില്ല, ചിലപ്പോൾ എനിക്ക് ചിരി വരുന്നത് അതുകൊണ്ടാണ്. ചിലപ്പോൾ സ്പിരിറ്റ് നമ്മുടെ അടുത്ത് വല്ലാണ്ടെങ്കിൽ ഭയങ്കര ഹൈഡ് ചെയ്ത് സംസാരിക്കും, ഭയങ്കര കാമായിട്ട് സംസാരിക്കും. ചില സമയത്ത് നമ്മൾ മുഖത്തടിച്ചെന്നൊക്കെ പറയും, പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ എന്ന്. എനിക്ക് അതിൻ്റെ ഒരു എനർജിയാണ് കിട്ടിയത്. ടേക്ക് ടൈം ടു പ്ലേ, നാച്ചർ യുവർ ഇന്നർ ചൈൽഡ്, ലിവ് വിത്ത് എ ചൈൽഡ് ലൈക്ക് സെൻസ് ഓഫ് വണ്ടർ. മിറക്കിൾ, ഞാൻ പറഞ്ഞില്ലേ മിറക്കിൾസ് മാനിഫെസ്റ്റ് ആവണമെങ്കിൽ നമുക്ക് എപ്പോഴും ആ ഒരു ഇന്നസെൻറ്റ് എനർജിയിലായിരിക്കണം നമ്മൾ. അപ്പോഴായിരിക്കും നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ മിറക്കിൾസ് മാനിഫെസ്റ്റ് ആവുന്നത്. അപ്പം അതിനു വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ, പിന്നെ ചിലർക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ലൈഫിൽ ടഫ് പീരീഡ് വരുമ്പോൾ നമ്മുടെ ഇന്നർ ചൈൽഡിനെ തന്നെ മറന്നു പോകും. എനിക്ക് നിങ്ങളുടെ ചില ആൾക്കാരുടെ ഗൈഡൻസ് എന്ന് വെച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ മാറിപ്പോകണ്ട, നിങ്ങൾ കുറച്ച് അടുക്കുക, കുറച്ച് ചിരിക്കുക, കുറച്ച് കളിക്കുക. കാരണം നമ്മുടെ ഇന്നർ ചൈൽഡ് അപ്പം നമുക്ക് കുറേ കൂടി ഹീലാവും. ഓക്കെ, നമ്മുടെ ഇന്നർ ചൈൽഡ് കുറച്ചുകൂടി ബാലൻസ് എനർജിയിലേക്ക് എത്തും. സോ ഇന്നർ ചൈൽഡിൻ്റെ ഹീലിങ്ങിന് എപ്പോഴും ഈ പറഞ്ഞ കുഞ്ഞു കുട്ടികളുമായിട്ടുള്ള കണക്ഷൻസ്, പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ആഗ്രഹം ഉണ്ട് അവർക്ക് ഗൈഡൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് ചെയ്യുക. പിന്നെ ചില ആൾക്കാർ ബിസിനസ് ചെയ്യണോ വേണ്ടേ, ഞാൻ ഒരു ലീഡർഷിപ്പ് എബിലിറ്റി വരട്ടെ, മറ്റുള്ളവർ ഞാൻ ഗൈഡ് ചെയ്യട്ടെ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം നമുക്ക് അങ്ങനെ ഒരു പർപ്പസ് ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ അഡ്വൈസ് അല്ലെങ്കിൽ ഗൈഡൻസ് ആണ്. ആ ഒരു ലീഡർഷിപ്പ് എബിലിറ്റിയിലോട്ടും നിങ്ങൾ പോവുക, നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുക. നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നെങ്കിൽ അത് റീലൊക്കേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് എന്താണ് നെഗറ്റീവായിട്ട് നമുക്ക് തന്നെ തോന്നുന്നത്, ഇതൊക്കെ നമ്മൾ എൻ്റെ എനർജി അല്ല, അത് റിലീസ് ചെയ്യണമെന്നൊന്നുമില്ല, അത് ചെയ്യുക. ഓക്കെ, മൂൺ എനർജി ആയിട്ട് ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യണേ. നിങ്ങൾ ന്യൂ മൂൺ, ഫുൾ മൂൺ എനർജീസൊക്കെ ആയിട്ട് ഡെഫിനറ്റായിട്ടും വർക്ക് ചെയ്യുക. ഓൾറൈറ്റ്, നമുക്കിനി ഫൈനൽ മെസ്സേജസ് നോക്കാം. സ്പിരിറ്റേ, ഫ്രീഡം, എന്താണ് ഇത് ഫോക്കസ് ചെയ്യാത്ത? ഫോളോ യുവർ ഹാർട്ട് ആൻഡ് നർച്ചർ യുവർ സോൾ, ലവ് വിത്ത് ലവ് ആൻഡ് ഫ്രീഡം ടു ഗ്രോ. ഡെഫിനറ്റ്ലി നമ്മൾ ഞാൻ പറഞ്ഞില്ല, ചില വോക്കവേ സിറ്റുവേഷനിലൂടെ നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനും കൂടി കിട്ടുന്നു. കാരണം നമുക്ക് നമ്മളെ ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യുമ്പോൾ, ഞാനിതിന് മുന്നേ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്, ആരൊക്കെയോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് റിപ്പീറ്റഡായിട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ മെസ്സേജ് റിപ്പീറ്റഡായിട്ട് വരുന്നത്. ട്രസ്റ്റ് ചെയ്യുക. ലൈഫിൽ നമ്മുടെ ലൈഫിൽ എന്ത് നടന്നാലും അല്ലെങ്കിൽ എന്തൊക്കെ ഗൈഡൻസ് വന്നാലും അതിനൊക്കെ ഒരു റീസൺ ഉണ്ട്. അത് മാത്രമല്ല സ്റ്റിൽനെസ്സിൻ്റെ കാർഡ് വരുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ
പല ആൾക്കാരും റിഫ്ലക്റ്റ് ഓൺ ദിസ് മൊമെൻറ്റ് വിത്ത് ലവ് കൈൻഡ്നസ് ആൻഡ് കമ്പാഷൻ. ചില സിറ്റുവേഷൻ നമുക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യണം. ഓക്കെ, കാരണം അത് എപ്പോഴാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഡെഫിനറ്റായിട്ട് നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പല സിറ്റുവേഷനെ കുറിച്ചുള്ള മെൻ്റൽ ക്ലാരിറ്റി നമുക്ക് കിട്ടും. പിന്നെ പലർക്കും ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക പുതിയ തുടക്കത്തിനെ കുറിച്ചും അതുപോലെ ഈ പറഞ്ഞ നമ്മൾ ആ ട്രാവലിലൂടെ ചിലർ ഈ പറഞ്ഞ പോലെ ട്രാവൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രാവൽ കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല കാര്യങ്ങളും കുറച്ചുകൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുവരും എന്നുള്ളതിൻ്റെ ഒരു സൂചന നിങ്ങൾക്ക് തന്നെ ഇൻഡ്യൂട്ടീവ്ലി കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ വിശ്വസിക്കാൻ നമുക്ക് പറഞ്ഞില്ലേ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, യുവർ വൈബ്രേഷൻ ഈസ് ബീങ് റേസ് ടു ഹയർ ലെവൽസ്. യു ആർ കണക്റ്റഡ് ടു കോസ്മിക് ഇൻ്റലിജൻസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മിറക്കിൾസും നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസും ഒക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ പറയില്ലേ നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ചില സിറ്റുവേഷൻസ് നമുക്ക് സ്പിരിറ്റ് പറഞ്ഞു തന്നാലും നമുക്ക് മനസ്സിലായില്ലേ, നമുക്കത് പലതും അനുഭവത്തിൽ വരണം. ചില ആൾക്കാരെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴും ചില സിറ്റുവേഷനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴും ചില ജോബ് സിറ്റുവേഷനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴും ചില എന്താ പറയുക റിലേഷൻഷിപ്പിലും ഒക്കെ നമുക്ക് പല പ്രാവശ്യം അടി കിട്ടിയാലും നമുക്കത് നമ്മൾ പഠിക്കില്ല. പക്ഷേ ഒരു ടൈം എത്തുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിൽ ഓരോരുത്തരുടെ ലൈഫും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പല സമയത്തും പല കാര്യങ്ങൾ നമ്മളുടെ റിയാലിറ്റിയിൽ വരുന്നതിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പം അതെപ്പോഴും ട്രസ്റ്റ് ചെയ്യാം. നമ്മുടെ ലൈഫിൽ എന്ത് നടന്നാലും അതൊരു റിയൽ പ്രോസസ്സാണെന്നും ഡിവൈൻ ഗൈഡൻസ് ആണെന്നും നമ്മൾ ഓരോരുത്തരും ഡിവൈൻലി ഗൈഡഡ് ആണെന്നും ഓക്കെ നമ്മുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്സ്. ഓക്കെ, ട്രസ്റ്റ് യുവർ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇൻഡ്യൂട്ടീവ്ലി ഫീൽ ചെയ്യുന്ന കാര്യം ഡെഫിനറ്റ്ലി ട്രസ്റ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ട്രാവൽ വേണോ അഡ്വഞ്ചർ വേണോ അല്ലെങ്കിൽ ഇപ്പോൾ ലീഡർഷിപ്പ് എബിലിറ്റിയിൽ പോകണോ എന്നൊക്കെ ഉള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു കൺഫർമേഷനാണ്. ലീഡർഷിപ്പ് എബിലിറ്റീസ് ഉള്ള ആൾക്കാർ തന്നെയാണ് നിങ്ങൾ ഈ കളക്റ്റീവിൽ കാണുന്ന ആൾക്കാർ ഓരോരുത്തരും. ഒരുപാട് സന്തോഷമാണ് കാരണം നിങ്ങൾ ഓരോരുത്തരും ഈ പറഞ്ഞ പോലെ ഗൈഡൻസ് കറക്റ്റായി ഫുള്ള് കേൾക്കണം കേട്ടോ. സീരിയസ്ലി ഞാൻ എൻ്റെ എത്തിയപ്പോഴാണ് പറഞ്ഞത്. പക്ഷേ സീരിയസ് ആയിട്ടും ചിലപ്പം ആദ്യമൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഗൈഡൻസ് കിട്ടിയെന്നുണ്ടാവില്ല. പക്ഷേ ഗോയിങ് ഫോർവേഡ് നിങ്ങൾ കേൾക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ അതിനകത്ത് കാണും. അപ്പോൾ ഡെഫിനറ്റായിട്ടും എല്ലാവരും ഈ പറഞ്ഞ പോലെ ഫുള്ള് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ്, അതിപ്പം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും വരും, അത് നിങ്ങളുടെ കമൻറ്റ്സാണ്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായമാണ്, നിങ്ങൾക്ക് പറയാം. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എസ്പെഷ്യലി എൻ്റെ ചാനലിലുണ്ട്. അതുകൊണ്ട് പറയാം. ഓക്കെ, പിന്നെ ഞാൻ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അതുപോലെ എനിക്കുണ്ട്. അപ്പം മ്യൂച്വൽ റെസ്പെക്റ്റ് നമ്മൾ ഈ കമൻറ്റ്സ് ചെയ്യുമ്പോഴും മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി തന്നെ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. Alright, thank you so much guys for connecting. Lots of love and light. Take care. Bye.